ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഭാതത്തിൽ വന്നപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ മനോഹരമായൊരു ക്ലാസ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനിലൂടെ നമ്മൾ കേട്ടു. ഇനിയുള്ള കുറച്ച് സമയം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നവീകരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന കുമ്പസാരത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും അല്പസമയം നമുക്ക് ധ്യാനിക്കാമെന്ന് തോന്നുകയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത കഥയാണ് ഈശോയുടേത്. ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളും കൺവെൻഷൻ സെൻ്ററുകളുമൊക്കെ ഈ ലോകത്തിൽ കൂടുതലായിട്ട് വർദ്ധിക്കുന്നത്. ഈശോയുടെ പക്കൽ ആശ്വാസത്തിൻ്റെ വലിയ ഉറവിടവും കലവറയും ഉള്ളതുകൊണ്ടാണ് അനേകർ ഈശോയുടെ പക്കലേക്ക് വരാൻ അധികം താല്പര്യം കാണിക്കുന്നത്. നമ്മളൊക്കെ ഇന്ന് ഈ ദൈവകരുണയുടെ ശുശ്രൂഷയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ താല്പര്യം കാണിച്ചതും എനിക്ക് തോന്നുന്നു ഈശോയോടുള്ള കുറച്ചും കൂടി സ്നേഹമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആത്മീയതയിൽ വളരണമെന്നൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം തോന്നിയതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ രാവിലെ ഈ ദൈവകരുണയുടെ ശുശ്രൂഷയിലേക്ക്, ഈ കരുണയുടെ ആലയത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനം നമ്മൾ കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ കൺവെൻഷന് നമ്മൾ കൂടുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ സ്ഥിതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്രകാരമായിരിക്കണം നമ്മുടെ മാനസിക അവസ്ഥ, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ വളരെ സങ്കടത്തോടും വളരെ അസ്വസ്ഥതയോടും കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഓരോ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി എപ്രകാരമായിരിക്കണം? അത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനമുണ്ട്. എന്താണത്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയുന്നത് പോലെ, ഗീവ് എ ചാൻസ് ടു ഗോഡ്. ദൈവത്തിനൊരു ചാൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഈ ധ്യാനത്തിന് വചനമൊക്കെ കേൾക്കുന്ന സമയം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളൊരു സമയം കൊടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മുടെയൊക്കെ മനസാക്ഷിയോട് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കുടുംബവാർഷിക സമയത്ത് ഒരു കുടുംബവാർഷികം നടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റർ ആ കുടുംബവാർഷികത്തിൽ ബൈബിൾ ക്വിസ് ചോദിക്കുകയാണ് എല്ലാവരോടും. അതൊരു പ്രോഗ്രാമാണ്, ബൈബിൾ ക്വിസ്. അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു 1-2 ചോദ്യത്തിന് ശേഷം സിസ്റ്റർ ചോദിച്ചു, ഈശോ ദൈവവചനമെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? അതായത് ഒരു ബൈബിൾ ഭാഗമുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയിട്ടാണ് ബൈബിൾ ക്വിസ്. ഇപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ്, ഈശോ വചനമെല്ലാം പ്രസംഗിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? അപ്പോൾ അതുവരെ ഉത്തരം പറഞ്ഞ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നു, എങ്ങോട്ടാന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ക്ലൂവും കൂടി കൊടുത്തു, ഒരു മലയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. ഒരു മലയിലേക്കാണ് പോയത്. എന്നിട്ടും ആരും ഒന്നും ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു ചേട്ടൻ ചാടി ഉത്തരം പറഞ്ഞു, പെട്ടെന്ന് കിട്ടിയതാണ്, കുടിയാമലയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഏത് മലയിലേക്കാണ്? പെട്ടെന്ന് പറഞ്ഞു, കുടിയാമലയ്ക്കാണ്. അതുകൊണ്ട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ മണ്ഡലത്തുനിന്നോ നടുവിന്നോ അല്ലെങ്കിൽ ചെമ്പേരിയിൽ നിന്നല്ല പറയേണ്ടത്, അല്ലേ? എന്നെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വന്ന് ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. വീണ്ടും നമ്മുടെ മാനസിക സ്ഥിതി എപ്രകാരമായിരിക്കണം? ഇത് മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-ാം തിരുവചനത്തിൽ പത്രോസ്ലീഹ ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, അല്ലേ? നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ദൈവാനുഭവത്തിൽ വളരാൻ ഈ ദൈവകരുണയുടെ ആലയത്തിലായിരിക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ്, അല്ലേ? കൂടുതൽ ദൈവാനുഭവത്തിൽ വളരാൻ വേണ്ടി ജീവിതത്തിൽ ചില ബ്രേക്കുകളൊക്കെ നമ്മൾ എടുക്കണം, അല്ലേ? വലിയ ലോകത്തിൻ്റേതായിട്ടുള്ള നമ്മുടെ ഓട്ടപ്പാച്ചിലിൻ്റെ നടുവിൽ ഒരു ബ്രേക്കൊക്കെ ആവശ്യമാണ് നമ്മുടെ ആധ്യാത്മികതയിൽ വളരാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ,
ഈ ദൈവാനുഭവത്തിൽ വളരാൻ വേണ്ടി പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 മരം വെട്ടുകാർ ഇങ്ങനെ മരം മുറിച്ചുകൊണ്ടിരിക്കുക. അതിലൊരാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്നുണ്ട്, മറ്റേയാൾ നല്ല രീതിയിൽ പണിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച ആളാണ് ആദ്യം ഈ മരം വെട്ടിത്തീർത്തത്. അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നതാണ്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുത്തയാൾ അതിൻ്റെ മൂർച്ച എപ്പോഴും കൂട്ടുന്നുണ്ടായിരുന്നു, അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നയാൾ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഒരു പുഴയുടെ അപ്പുറത്തേക്ക് ചാടുന്ന ഒരുവൻ എന്ത് ചെയ്യും? ആദ്യം 2 സ്റ്റെപ്പ് പുറകോട്ട് എടുത്തിട്ടാണ് അവൻ മുമ്പോട്ടായുന്നത്, അല്ലേ? ചാടാൻ അത് അനായാസം പെട്ടെന്ന് തന്നെ ചാടാൻ. അല്ലെങ്കിൽ ചിത്രകാരന്മാരെ നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? ചിത്രം വരയ്ക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവർ ചിത്രം വരയ്ക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകോട്ട് വന്നിങ്ങനെ നോക്കും, അല്ലേ? എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വിപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ നമുക്കൊക്കെ ആകുന്നിടത്താണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മൂർച്ച കൂടത്തുള്ളൂ. ഇപ്രകാരം ഈ ആധ്യാത്മിക ജീവിതത്തിന് മൂർച്ച കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്ന ചില ഉപാധികളാണ് പരിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും പ്രാർത്ഥനകളുമൊക്കെ. ഈ പരിശുദ്ധ കുംഭസാരം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ ആത്മാവിൻ്റെ നവീകരണത്തിനൊക്കെ ഈ പരിശുദ്ധ കുംഭസാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുംഭസാരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അനുതാപത്തെയും കുറിച്ചുമൊക്കെ അല്പസമയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ധ്യാന വിഷയമാക്കാം. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് വേണം പരിശുദ്ധ കുംഭസാരത്തെ നമ്മൾ വിലയിരുത്താൻ. മാനുഷികമായ കണ്ണുപയോഗിച്ച് നമ്മളിതിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇത് വെറും ഒരു വൈദികൻ്റെ ഒരു കടമയായിട്ട് മാത്രം നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, കുംഭസാരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മൾ മാനുഷികമായിട്ടുള്ള കണ്ണിലൂടെ ഈ പരിശുദ്ധ കുംഭസാരത്തെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. മറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ വേണം ഈശോയുടെ ഈ പരിശുദ്ധ കുംഭസാരം, ഈശോ സ്ഥാപിച്ച ഈ പരിശുദ്ധ കുംഭസാരത്തെ നമ്മൾ കാണുവാൻ. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: കുംഭസാരം എന്ന കൂദാശയുടെ ആദ്യ ചുവട് ദൈവത്തിൻ്റെതാണ്. അനുതാപിയുടെ സ്വകാര്യ പരിശ്രമത്തിൻ്റെ ഫലമല്ല കുംഭസാരം. മനുഷ്യൻ്റെ പരിശ്രമത്തിന് മുൻപേ ദൈവത്തിൻ്റെ സ്നേഹം അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവകരുണയുടെ ആലയത്തിൽ വന്ന് നമ്മൾ പരിശുദ്ധ കുംഭസാരം നടത്തണമെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നാൽ അതിനു മുൻപേ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരുന്നത് അത് ദൈവമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ദൈവമാണ് പരിശുദ്ധ കുംഭസാരത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നത്. ആ പരിശുദ്ധ കുംഭസാരം നടത്തുവാൻ നമ്മുടെ ആദ്യ ചുവട് നടത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആദ്യ ചുവട് നടത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരു നിഷ്ക്രിയമായിട്ടുള്ള ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പാപം ചെയ്ത് ധൂർത്തപുത്രൻ്റെ അടുത്തേക്ക് ഓടി അണയുന്ന ഒരപ്പൻ്റെ ചിത്രം, അങ്ങനെ ഓടി അണഞ്ഞ് ആ മകനെ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം, കെട്ടിപ്പിടിച്ച് അവന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം നിഷ്ക്രിയനായിട്ടുള്ള ഒരു ദൈവമല്ല. നമ്മൾ പാപം ചെയ്ത് അകന്നു പോയാലും നമ്മളെ മാറോട് ചേർത്തണയ്ക്കുന്ന വലിയൊരു സ്നേഹമാണ് എൻ്റെ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കുംഭസാരം എന്ന കൂദാശ ഒരു ഉറപ്പാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉറപ്പാണ് കുംഭസാരം എന്ന കൂദാശ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കാൻ, ആത്മാവിനെ നവീകരിക്കാൻ ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് കുംഭസാരം എന്ന കൂദാശ എന്ന് പറയുന്നത്. എന്തിനാണ് കുംഭസാരം നമ്മൾ നടത്തുന്നത്? എന്തിനാണ് കുംഭസാരം എന്ന കൂദാശയുടെ ആവശ്യകത എന്താണ്? നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, വിശുദ്ധ കുംഭസാരം നടത്താതെ
കുറേ വർഷങ്ങളായി കുമ്പസാരമൊന്നും നടത്താതെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവരൊക്കെ ഈ ലോകത്തിലുണ്ട്. അനേകം പേർ കുമ്പസാരത്തിൽ വിശ്വസിക്കാതെ അതെന്തിനു വേണ്ടിയിട്ടാണ് ആ വൈദികനോട് പറയുന്നത്, ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന വിശ്വാസം കുറഞ്ഞ അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഈ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിത കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കുക, ഈ ലോകം വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് അസ്വസ്ഥത നൽകുന്നതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, നമ്മൾ എത്രയേറെ സമ്പത്ത് നമ്മൾ നേടിയാലും, വലിയ മണിമാളിക ഉണ്ടാക്കിയാലും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിതല്ലേ. തീർച്ചയായിട്ടും വലിയ സമ്പത്തുണ്ടെന്നോ, വലിയ വീടുണ്ടെന്നോ, വലിയ പ്രതാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മനസ്സിനൊരു സ്വസ്ഥത ലഭിക്കാത്ത ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് പലരും കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ കാണാൻ വരുമ്പോൾ, അച്ഛാ ഒരു സമാധാനവും എനിക്കില്ല, എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയും ഇല്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകുവാൻ ഈ പരിശുദ്ധ കുമ്പസാരത്തിന് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിമോചിപ്പിച്ച് യഥാർത്ഥ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പരിശുദ്ധ കുമ്പസാരമെന്ന് നമ്മൾ കരുതണം. ശരീരത്തിൻ്റെ രോഗത്തിന് ഒരു പരിധിവരെ നമ്മുടെ അസ്വസ്ഥതകളുമൊക്കെ നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യത്തിന് ഭക്ഷണവും മരുന്നും എന്നതുപോലെ ആത്മാവിൻ്റെ രോഗത്തിന് വിശുദ്ധ കുർബാനയും പരിശുദ്ധ കുമ്പസാരവും അനിവാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്, സൗഖ്യം പ്രാപിക്കാൻ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. ഒന്ന് ഏറ്റുപറയാവോ? സൗഖ്യങ്ങൾ പ്രാപിക്കാൻ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. സൗഖ്യങ്ങൾ പ്രാപിക്കാൻ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, തെറ്റു മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകത്തില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് കരുണ ലഭിക്കുന്നത്. നമ്മുടെ തെറ്റുകൾ നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കുകയില്ല. അത് ഏറ്റുപറഞ്ഞ് പറയുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ കരുണ ലഭിക്കുന്നതെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിലേക്ക് തിരിയാൻ നമ്മൾ വൈകരുത്, നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ നീട്ടിവെക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുമ്പസാരം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുമ്പസാരം ആവശ്യമുള്ളതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വൈദികനോട് തന്നെ ഈ പാപങ്ങൾ ഏറ്റുപറയുന്നത്? ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോരെ, വൈദികനോട് എന്തിനാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്? അതൊരു മനുഷ്യനല്ലേ, അതുകൊണ്ട് വൈദികനോട് ഏറ്റുപറയേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കുമ്പസാരത്തിൻ്റെ കൂദാശ അത് ക്രിസ്തു സ്ഥാപിച്ചതാണ്. ബൈബിളിലൊക്കെ അതിന് അടിസ്ഥാനമുണ്ട്. ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ അത് തുടരാൻ അപ്പസ്തോലന്മാർക്ക് ക്രിസ്തു അധികാരം കൊടുത്തു. ആ അധികാരം ഇന്ന് തുടരുന്നത് ആ ശിഷ്യൻ്റെ ക്രിസ്തുവിൻ്റെ അനുയായികളായ വൈദികരിലൂടെയാണ്. അതുകൊണ്ട് വൈദികരോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്നുള്ളത് അത് ദൈവ നിയോഗം തന്നെയാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിങ്ങൾക്ക് ഞാൻ നൽകും. ഈ ഭൂമിയിൽ നിങ്ങൾ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ, എൻ്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം ദൈവം ക്ഷമിച്ചു എന്നുള്ളതാണ്.
2 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-20 തിരുവചന ഭാഗം, ദൈവം ഞങ്ങൾക്ക് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവിൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് വളരെ നല്ലതാണ്. പക്ഷേ മാരകമായിട്ടുള്ള പാപങ്ങൾ അത് കുമ്പസാര കൂദാശയിലൂടെ വൈദികനോട് ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും മോചിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈശോ സഭയ്ക്ക് നൽകിയ ഈ കുമ്പസാരം എന്ന കൂദാശ ഇന്ന് അപ്പസ്തോലരുടെ പ്രതിനിധിയായി നിൽക്കുന്ന വൈദികരോട് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടുകയാണ്. കുമ്പസാരത്തിൽ കേൾക്കുന്നത് വൈദികന്റെ ശബ്ദമാണെങ്കിലും അത് ക്ഷമിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പാപങ്ങൾ ക്ഷമിക്കുന്നത് വൈദികനല്ല, മറിച്ച് അത് ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുമ്പസാരം എന്ന കൂദാശ നമ്മൾ വൈദികനോട് ഏറ്റുപറയണം. ഏറ്റുപറയുന്നത് അത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22 തിരുവചനത്തിൽ ഈശോ തന്നെയാണ് സ്ലീഹന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക്, വൈദികർക്ക് ഈ ഒരു അധികാരം നൽകിയതെന്ന് പറയുകയാണ്. സഭയുടെ പഠനങ്ങളും അതുപോലെ തന്നെയാണ്. വൈദികനോട് നമ്മൾ ഏറ്റുപറയണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിലൊക്കെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ ഓരോന്നായി നമ്മൾ വൈദികനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുകയാണ്. സ്വന്തം തെറ്റ് നമ്മൾ അംഗീകരിക്കുകയാണ്. തിരുത്താനുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ്. മനസ്സാക്ഷിക്ക് സമാധാനം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൈദികനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണമോ എന്നുള്ള ഒരു ചോദ്യമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് വൈദികനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കു വേണ്ടി യാചിക്കലാണ് കുമ്പസാരത്തിലൂടെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കുമ്പസാരത്തിൻ്റെ അടിസ്ഥാനപരമായുള്ള ചോദ്യം എവിടെയാണ് കിടക്കുന്നത്? എന്താണ് നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്താണ്? ആർ യു എ ബ്ലെസ്സിങ് ഓർ കേഴ്സ്? നിന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ എന്നുള്ളൊരു ചോദ്യം മാത്രം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് നമ്മൾ കുമ്പസാരിക്കാനിരുന്നാൽ നമ്മൾ യഥാർത്ഥമായി ആത്മാർത്ഥമായ കുമ്പസാരം നടത്തി പാപമോചനം നമുക്ക് കിട്ടുകയാണ്. എൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രാഹാം ഒരു അനുഗ്രഹമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അവനൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഗ്രഹം പ്രാപിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ അണയുമ്പോൾ കുറ്റബോധമല്ല, പാപബോധമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുറ്റബോധമാണ്. കുറ്റബോധത്തോടുകൂടി അല്ല നമ്മൾ കുമ്പസാരക്കൂടിനെ നമ്മൾ സമീപിക്കേണ്ടത്, മറിച്ച് പാപബോധത്തോടെയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് കുറ്റബോധം എന്ന് പറയുന്നത്? കുറ്റബോധം എപ്പോഴും ഒരു ഹൃദയഭാരമാണ്, അല്ലേ? ഹൃദയത്തിന്, മനസ്സിനൊരു ഭാരമാണ്. അതുള്ളപ്പോൾ നമ്മൾ കരുതണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് പാപബോധമല്ല, മറിച്ച് കുറ്റബോധമാണ് ഉള്ളത്. പക്ഷേ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധത്തിന് ഇടവരുത്തരുത്. ഹൃദയത്തിൽ ഭാരമല്ല വേണ്ടത്, മുറിവേറ്റവൻ്റെ ദുഃഖമാണ്. അത് ഈശോയോട് ഏറ്റുപറയാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ പാപബോധം എന്ന് പറയുന്നത്. പഴയ കാലത്തിൽ തളയ്ക്കപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതാണ്
കുറ്റബോധം എന്ന് പറയുന്നത് അല്ലേ. ആ കുറ്റബോധത്തിൽ നിന്ന് വിടുവിച്ചില്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിങ്ങനെ ജീവിക്കും, അതിനെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥതപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളും വേദനകളുമാണ്. പക്ഷേ പാപബോധമുള്ളപ്പോൾ, ക്രിസ്തുവിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനുള്ളൊരു ആഗ്രഹമുള്ളപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിന് ഒരു നവീകരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപബോധത്തോടുകൂടി ഓരോ കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നത്. ഈ കുമ്പസാരം നമുക്കറിയാം അല്ലേ, പാപവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പാപം എന്നറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ധ്യാന പ്രസംഗങ്ങളിലൂടെയും പല ടോക്കുകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമായിരിക്കും എന്താണ് പാപം എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമുക്കറിയാവുന്നതുപോലെ നമുക്കുള്ള മഹത്വം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ കാണുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ പുത്രനെന്ന ഒരു മഹത്വം അവന് നഷ്ടപ്പെടുകയാണ്. അത് പാപമായിട്ട് അവൻ്റെ ജീവിതത്തിൽ വരികയാണ്. വീണ്ടും ദൈവത്തെ ഉപേക്ഷിക്കലാണ് പാപം. ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. പുത്രസ്ഥാനം നഷ്ടപ്പെടുന്നതാണ് പാപം എന്ന് പറയുന്നത്. മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള വലിയ അടിസ്ഥാന ചിന്തയാണ് ബൈബിളിലൂടെ നമുക്ക് നൽകുന്നതെങ്കിൽ ആ പുത്രൻ്റെ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. വീണ്ടും കൂട്ടായ്മയെ തകർക്കുന്നതാണ് പാപം എന്ന് പറയുന്നത് അല്ലേ. കൂട്ടായ്മയെ, ഐക്യത്തെ തകർക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പാപത്തെ നമ്മൾ ആത്മാർത്ഥമായി വിലയിരുത്തി ഈ കുമ്പസാരത്തിലേക്ക് അണയാൻ നമുക്കൊക്കെ ആകട്ടെ. ഒരിക്കൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയോട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചു, കുമ്പസാരത്തിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഈ കുമ്പസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഉണ്ടോ? അപ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ വൃത്തിയാക്കാറുണ്ടോ? നിങ്ങൾ ഇടയ്ക്ക് കുളിക്കാറുണ്ടോ? നിങ്ങൾ മുഷിഞ്ഞ നിങ്ങളുടെ തുണികൾ കഴുകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് കറകൾ വരുമ്പോഴാണ്, നമ്മുടെ ആത്മാവിന് മലിനപ്പെടുമ്പോഴാണ് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് കടന്നു വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ കണ്ടുമുട്ടാനുള്ള വേദിയാണ് കുമ്പസാരക്കൂടെന്ന് പറയുന്നത്. അനുതാപത്തോടെ കുമ്പസാരക്കൂട്ടിലേക്ക് അണയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, സ്നേഹം, കൃപ, അഭിഷേകം നമ്മിലേക്ക് ചൊരിയപ്പെടും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുമ്പസാരത്തെക്കുറിച്ച് അല്പവും കൂടി നമുക്കൊന്ന് ധ്യാനിക്കാമെന്ന് തോന്നുകയാണ്. ഈ കുമ്പസാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി നിൽക്കുന്നത് അനുതാപമാണ്. അനുതാപത്തോടെയുള്ള ഒരു കുമ്പസാരമാണ് യഥാർത്ഥ കരുണയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. 2 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ് ഈ കുമ്പസാരവും അനുതാപവും എന്ന് പറയുന്നത്. ഈ 2 വചനഭാഗങ്ങളിൽ ഒന്നാമതായി നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന വചനഭാഗത്തിൽ അവർ യഥാർത്ഥത്തിൽ അനുതപിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-24 തിരുവചനങ്ങളിൽ കാണുന്ന ആദ്യ മാതാപിതാക്കളുടെ പാപമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുകയാണ് അല്ലേ, അനുതാപത്തെക്കുറിച്ച്. ആദ്യ മാതാപിതാക്കളുടെ പാപം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 8-24 തിരുവചനങ്ങളിൽ ഇതിനുള്ള അടിസ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇതിന് ധ്യാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഓർത്തിരിക്കുന്ന കാര്യം എന്താണ്? ആദവും ഹവ്വായും പാപം ചെയ്തതുകൊണ്ടാണ് നമ്മളെല്ലാം പാപം ചെയ്തത് അല്ലേ. അവർ പാപം ചെയ്തതുകൊണ്ട് നമ്മളും പാപികളായി, നമ്മളും കുമ്പസാരിക്കേണ്ട ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്, തീർച്ചയായിട്ടും ഒന്ന് മനസ്സിരുത്തി ഈ ഒരു വചനഭാഗത്തെ ധ്യാനിച്ച് ദൈവത്തിന് പാപിയോടുള്ളൊരു മനോഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവ കരുണയുടെ വഴികളെ നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. എന്താണ്? ആദവും ഹവ്വായും പാപം ചെയ്ത് അകന്നു പോയാലും ദൈവത്തിൻ്റെ മനോഭാവം എപ്പോഴും അത് കരുണയുടേതായിരുന്നു. അവരെ ഒരിക്കലും പറുദീസായിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ തൻ്റെ മാറോട് ചേർത്തണയ്ക്കാൻ വേണ്ടി വലിയ കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം, അവർ അനുതപിക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതെപ്രകാരമാണ്? ദൈവത്തിന് പാപിയോടുള്ള കരുണയുടെ വഴികളെ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. ഒന്നാമത്തെ തലം
എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു കാത്തിരിക്കുന്ന ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ധ്യാനിച്ചാൽ കാത്തിരിക്കുന്ന ഒരു ദൈവം എന്താണ്, നമ്മൾ ആ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഒരു പാപം നടക്കുന്നത്, ആദവും ഹവ്വായും പാപം ചെയ്യുന്നത് നട്ടുച്ച നേരത്താണ്, നട്ടുച്ച നേരത്ത്. എന്നിട്ട് ഈ ഉൽപ്പത്തിയുടെ 3-ാമത്തെ അധ്യായം 8-ാം തിരുവചനത്തിൽ പറയാണ്, വെയിലാറിയപ്പോൾ ദൈവം, അല്ലേ, വൈകുന്നേരം വെയിലാറിയപ്പോൾ ദൈവം അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്? വെയിലാറുവോളം അവർക്ക് അനുദപിക്കാനുള്ള, ആദത്തിനും ഹവ്വായ്ക്കും അനുദപിക്കാനുള്ള ഒരു വഴി, ഒരു മാർഗം ദൈവം കൊടുക്കുകയാണ്, അല്ലേ? വെയിലാറുവോളം ദൈവം കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാപം ചെയ്ത് അകന്നു പോയാലും അനുദപിക്കാനുള്ള ഒരു സമയം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പാപിക്ക് അനുദപിക്കാനുള്ള ഒരു സമയം ദൈവം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്നെ വെയിലാറുവോളം അവൻ അവിടെ ഇരുന്നത്. നട്ടുച്ച നേരയ്ക്ക് പാപം ചെയ്തിട്ട് അപ്പോൾ തന്നെ ദൈവം ഇറങ്ങിപ്പോകുന്നില്ല. വെയിലാറുവോളം അനുദപിക്കാനുള്ള സമയം കൊടുത്തിട്ട് ദൈവം തന്നെ അന്വേഷിച്ചിറങ്ങുകയാണ്. 3:8 വാക്യത്തിലാണ്, ദൈവം തന്നെ വൈകുന്നേരമായപ്പോൾ അവരുടെ അടുത്തേക്ക് അന്വേഷിച്ചിറങ്ങുകയാണ്. അവർ അനുദപിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തോട്ടത്തിൽ ദൈവം ഇറങ്ങുകയാണ്. എന്നിട്ടോ പാപം ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം കുറയാതിരിക്കാൻ ദൈവം അവരെ അന്വേഷിച്ച് ആ തോട്ടത്തിലൂടെ ഇങ്ങനെ ഉലാത്തുകയാണ്. എന്താണ്? അവരെ ഭയപ്പെടുത്താത്ത ഉച്ചത്തിൽ, അവർ ഭയപ്പെടുത്താത്ത ശബ്ദത്തിൽ ഇങ്ങനെ പയ്യെ ഉലാത്തുകയാണ് ദൈവം. ആ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തോട്ടത്തിലൂടെ അവരെ അന്വേഷിച്ച് ഇങ്ങനെ ഉലാത്തുകയാണ്, അല്ലേ? ഒരു കാലൊച്ച ദൈവം അവരെ കേൾപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ അനുദപിച്ച് എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ ഒരു കാലൊച്ച കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ഇത്തരം കാലൊച്ചകൾ ദൈവം നമ്മളെ കേൾപ്പിക്കും. എന്തൊക്കെയാണ് ആ കാലൊച്ചകൾ? ചിലപ്പോൾ ഒരു ധ്യാനമായിരിക്കാം, ചിലപ്പോൾ ഒരു കൺവെൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അവസരമായിരിക്കാം, ഒരു കുമ്പസാരമായിരിക്കാം, ഒരു ദേവാലയത്തിൽ പോയി ഒരു പരിശുദ്ധ കുർബാന നമ്മൾ കാണുന്നതായിരിക്കാം. അതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുദപിക്കാനുള്ള ഒരു കാലൊച്ച ദൈവം നമ്മളെ കേൾപ്പിക്കുന്നതാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആ കാലൊച്ചകൾ കേൾപ്പിക്കുമ്പോൾ യഥാർത്ഥ അനുതാപത്തോടെ തിരിച്ചു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വീണ്ടും കാലൊച്ച കേൾപ്പിക്കുക മാത്രമല്ല, 3-ാമത്തെ അധ്യായം 9-10 തിരുവചനത്തിൽ ഈ ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുവേ, നീ എവിടെയാ? നീ എവിടെയാണെന്ന് ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിന് അറിയാൻ പാടില്ലേ അവരെവിടെയാണെന്ന്? അല്ലേ സാബു ചേട്ടാ? അവർക്കറിയത്തില്ലേ? ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിനറിയാം അവരവിടെ ഉണ്ട്, മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അറിയാം. എന്നിട്ടും ദൈവം അവനോട് തന്നെ ചോദിക്കുക, ആദം, നീ എവിടെയാണ്? എന്താണ്? ആദത്തോട് ആത്മശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടി, അവൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടി, അവന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അവനോട് തന്നെ അത് പറയിപ്പിക്കുവാൻ വേണ്ടി ദൈവം ചോദിക്കുകയാണ്, ആദമേ, നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ പാപം ഒളിച്ചു വയ്ക്കുവാൻ എന്നിൽ നിന്ന് നീ മറഞ്ഞിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ദൈവം അവനോട് ചോദിക്കുന്നത്. മനസ്സിൻ്റെ സ്ഥിതിയെ കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഒരു ചോദ്യമാണ്, നീ എവിടെയാണ്? ആ ഒരു ചോദ്യം ദൈവം നമ്മളോടും ചോദിക്കുന്നുണ്ട്. ദൈവം, നീ എവിടെയാണ്? മകനെ, മകളെ, നീ എവിടെയാണ്? മനസ്സിൻ്റെ സ്ഥിതി നമ്മൾ എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും 3-ാമത്തെ അധ്യായം 12-ാം തിരുവചനത്തിൽ ഈ പാപത്തെ ന്യായീകരിക്കുന്ന ഒരു ആദത്തെ നമ്മൾ കാണുകയാണ്, അല്ലേ? നീ കൂട്ടിന് തന്ന സ്ത്രീയാണ് എനിക്കിത് തന്നത്, അല്ലേ? ഒരു ആപ്പിൾ കഴിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത്, അല്ലേ? ഒരു ആപ്പിൾ മാത്രം കഴിച്ചതിൻ്റെ പേരിൽ നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് എനിക്കത് തന്നത്. ഈ പാപത്തെ അവൻ ന്യായീകരിക്കുകയാണ് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ. അതെ, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, അല്ലേ? അവനും ചെയ്യുന്നുണ്ടല്ലോ, അതും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്താ കുഴപ്പം? പാപത്തെ നമ്മൾ ന്യായീകരിക്കും. എൻ്റെ സ്ത്രീയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, സ്ത്രീയും ന്യായീകരിക്കുകയാണ്. എന്താണ്? സർപ്പമാണ് എനിക്കത് തന്നത്, അല്ലേ?
അത് അംഗീകരിക്കുന്നില്ല, പാപത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷേ പാപത്തെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, ആദവും ഹവ്വായും പാപം ചെയ്തു, പക്ഷേ ദൈവം ശിക്ഷ നൽകുന്നത് ആർക്കാണ്? സർപ്പത്തിനാണ്, അല്ലേ? പാപം ചെയ്ത ആദത്തിനും ഹവ്വായ്ക്കുമല്ല ശിക്ഷ കൊടുക്കുന്നത്, പാപത്തിന് പ്രേരിപ്പിച്ച സർപ്പത്തിനാണ് ദൈവം ശിക്ഷ കൊടുക്കുന്നത്. അവിടെയും ഓർത്തു നോക്കണം, ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഒരു മനോഭാവം. ആദവും ഹവ്വായും പാപം ചെയ്തപ്പോഴും അവരെ വേണമെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു, പക്ഷേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു കരുണയുടെ മനോഭാവവും കൂടി കർത്താവ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ എപ്പോഴും ഒരു കരുണയുടെ മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും ശിക്ഷയ്ക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും ഈ ആദം അനുതപിച്ചില്ല എന്നുള്ളതാണ്, അല്ലേ? ഈ ഒരു വചനം, എന്നിട്ടും ആദം അനുതപിച്ചില്ല. ആ സർപ്പത്തിനാണ് ശിക്ഷ കൊടുത്തെങ്കിൽ പോലും ആദം അനുതാപത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ശിക്ഷ ലഭിക്കുന്നത് ഭൂമിക്കാണ്, അല്ലേ? ഭൂമിക്കും സർപ്പത്തിനുമാണ് ശിക്ഷ ലഭിക്കുന്നത്, ആദത്തിന് ശിക്ഷ ലഭിക്കുന്നില്ല. പക്ഷേ ആദത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ പാപം ചെയ്തതുകൊണ്ട് നീ അധ്വാനിച്ച് വേണം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ആദം അധ്വാനിച്ച് ഭക്ഷിച്ചപ്പോൾ രണ്ടാമത്തെ ആദമായ ക്രിസ്തു വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് സ്വശരീരം ഭക്ഷണമായി നമുക്ക് നൽകി എന്നുള്ളതാണ്. അധ്വാനിച്ച് ഭക്ഷിക്കാൻ ആദ്യത്തെ ആദത്തോട് പറഞ്ഞപ്പോൾ ആ വിയർപ്പ് രക്തത്തുള്ളികളായി സ്വശരീരമായി നമുക്ക് ഭക്ഷണമായി നൽകിയവനാണ് രണ്ടാമത്തെ ആദമായ ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയും ആദം അനുതപിക്കുന്നില്ല എന്ന് നമ്മൾ കാണും. വീണ്ടും 3-ാമത്തെ അധ്യായം 21-ാം തിരുവചനത്തിൽ പാപി അനുതപിക്കാത്തപ്പോഴും പാപിയെ ദൈവം കൈവിടുന്നില്ല, അവനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുക. അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പച്ചയിലെ ഇലകൾ കൊടുത്ത് ആ നഗ്നത മറയ്ക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമ്മൾ കാണുകയാണ്. പാപം ചെയ്ത് അകന്നുപോയ ആദത്തെയും ഹവ്വായെയും വീണ്ടും കരുണയോടെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് പാപം ചെയ്ത ആദത്തെ ദൈവം ഉടുപ്പിച്ചത്? എന്നിട്ട് പാപം ചെയ്യാത്ത ഈശോയെ എന്തുകൊണ്ട് കാൽവരിയുടെ മലമുകളിൽ ക്രിസ്തു ഉടുപ്പിച്ചില്ല? ഒരു തോർത്തുമുണ്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ കാൽവരിയുടെ മുകളിൽ ക്രിസ്തു കിടന്നപ്പോൾ. എന്തുകൊണ്ട് പാപം ചെയ്ത ആദത്തെ ദൈവം ഉടുപ്പിച്ചു? എന്തുകൊണ്ട് കാൽവരിയിൽ കിടന്ന പാപം ചെയ്യാത്ത ക്രിസ്തുവിനെ ദൈവം ഉടുപ്പിച്ചില്ല? പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ ആ കാൽവരിയിലേക്ക് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അന്ന് കാൽവരിയിൽ ക്രിസ്തു ആ ദൈവത്തെ, യേശുവിനെ ഉടുപ്പിക്കാതിരുന്നത്, നഗ്നത മറയ്ക്കാതിരുന്നത്. ആ കൽവരിയിലേക്ക് നമ്മൾ അനുതാപത്തോടെ നോക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ഫലം, നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അയോഗ്യതയോടെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അയോഗ്യതയോടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആദവും ഹവ്വായ്ക്കും ആദ്യത്തെ മരണം സംഭവിക്കുകയാണ്, അല്ലേ? ആദ്യത്തെ മരണം, പറുദീസ അവർക്ക് നഷ്ടമാകാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ആദ്യത്തെ മരണം അവർക്ക് സംഭവിച്ചു. എന്താണ്? അവർ പാപാവസ്ഥയിലായി, അല്ലെങ്കിൽ അയോഗ്യതയോടെയായി എന്നുള്ളതാണ്, അല്ലേ? എന്നിട്ടും അവിടെ ദൈവത്തിൻ്റെ ഒരു കരുണയുടെ മനോഭാവം കൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? എന്തുകൊണ്ടാണ് ആദത്തെയും ഹവ്വായെയും ഈ പറുദീസായിൽ നിന്ന് പുറത്താക്കിയത്? അത് ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തതല്ല, അവർക്ക് ദൈവത്തിൻ്റെ കരുണയാണെന്ന് നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ്? അത് ഒന്നാമത്തെ മരണത്തിൽ നിന്ന് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യനാശമാണ്. യൂദാസിന് സംഭവിച്ചത് അതുതന്നെയാണ്, നിത്യനാശം. ആ നിത്യനാശം ഉണ്ടാകാതിരിക്കാൻ ദൈവം അവരോട് എന്താണ് പറഞ്ഞത്? ഈ പറുദീസായുടെ ഏദൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള ജീവന്റെ വൃക്ഷത്തിനുള്ള ഫലം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ തിന്ന് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ദൈവം പറുദീസായിൽ നിന്ന് പുറത്താക്കിയതാണ്. അത് അവർക്ക് രണ്ടാമത്തെ മരണം, നിത്യനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആദത്തിനും ഹവ്വായ്ക്കും ശിക്ഷ കൊടുത്തതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അവരോട് വീണ്ടും കരുണ കാണിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും ഈ ആദവും ഹവ്വായും
അനുദപിച്ചില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുതാപമില്ലാത്ത ഒരു ആദത്തെയും ഹവ്വായെയും നമ്മളവിടെ കാണുകയാണ്. രണ്ടാമത്തെ ഒരു തിരുവചനം നമ്മൾ ആദത്തിൻ്റെയും ഹവ്വായുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കണ്ടു. അനുതാപത്തെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ധ്യാനിച്ചു. എന്നിട്ടും അവർ അനുദപിച്ചില്ല. പലപ്പോഴും നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയാണ്. കൂടെ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും, കുമ്പസാരിക്കും അല്ലേ, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പക്ഷെ എന്നിട്ടും ആ പാപത്തിലേക്ക്, അതാണ് പൂർണ്ണമായ അനുതാപമില്ല. പക്ഷേ ദൈവം എപ്പോഴും കാരുണ്യത്തോടെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആ അനുതാപത്തിലേക്ക്, പൂർണ്ണമായിട്ടുള്ള അനുതാപത്തിലേക്ക് കടന്നു വന്നാലേ യഥാർത്ഥമായ കരുണ നമുക്ക് ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഒരു വചനഭാഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തെ പുസ്തകത്തിലെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11-32 തിരുവചനങ്ങൾ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ആദ്യത്തെ വചനഭാഗത്തിൽ ആദോ ഹവ്വായും അനുദപിച്ചില്ല എങ്കിൽ, ദൈവം കരുണ കാണിച്ചിട്ടും അനുദപിച്ചില്ല എങ്കിൽ, ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവൻ അനുദപിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അല്ലേ. യഥാർത്ഥമായിട്ടുള്ള ഒരു അനുതാപത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു കഥയാണ്. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരപ്പൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. എന്താണ്? ഒരാൾ പുറത്തും ഒരാൾ അകത്തും നഷ്ടപ്പെട്ടു അല്ലേ. പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഒരാൾ മാത്രമേ അല്ലേ, ധൂർത്തപുത്രൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ആ ഒരു ബൈബിൾ ഭാഗത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും, മൂത്ത പുത്രനും ഈ അപ്പൻ്റെ കൂടെയുള്ള മൂത്ത പുത്രനാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോയത് അല്ലേ. അവൻ ഇതുവരെയും അനുദപിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 മക്കൾ നഷ്ടപ്പെട്ട ഒരപ്പൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഒന്ന് പുറത്ത് നഷ്ടപ്പെട്ടു, അത് ധൂർത്തപുത്രനാണെങ്കിൽ അകത്ത് നഷ്ടപ്പെട്ടത് അത് മൂത്ത പുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മകനും ഒരു ദിവസം കൊണ്ട് ഒരു വീട് വിട്ടിറങ്ങിപ്പോകത്തില്ല അല്ലേ. ഒരു മകൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മകനും ഒരു വീട്ട് ഇറങ്ങിപ്പോകത്തില്ല. ആഗ്രഹങ്ങളാണ് എപ്പോഴും കാരണം. ആഗ്രഹമാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ആഗ്രഹത്തെ താലോലിക്കുന്നതാണ് നമ്മളെ പാപത്തിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഡിസയർ അല്ലേ, ആഗ്രഹം അത് തീരുമാനമായി മാറുമ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം തീരുമാനമായി മാറിയപ്പോൾ ഈ ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഓഹരി തരിക. എന്നിട്ട് എന്ത് ചെയ്തു ഈ മകൻ? അവൻ അപ്പൻ്റെ മുഖത്ത് പോലും നോക്കാതെ ദൂരദേശത്തേക്ക് പോയി. ഇതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട് ബൈബിളിൽ അല്ലേ. അപ്പൻ്റെ മുഖത്തേക്ക് അവൻ നോക്കുന്നില്ല. പിന്നീട് ഓഹരി കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്താണ്? അപ്പൻ്റെ മുഖം മുഴുവൻ സ്നേഹമാണ്, കരുണയാണ്, വാത്സല്യമാണ്. എപ്പോഴെങ്കിലും അവൻ തിരിഞ്ഞ് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവന് ദൂരദേശത്തേക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ആഗ്രഹം അവനെ പിടിച്ച് ദൂരദേശത്തേക്ക്, അപ്പൻ്റെ സ്നേഹം ഒരിക്കലും കിട്ടാത്ത വലിയ ദൂരദേശത്തേക്ക് അവൻ ഓടിപ്പോയതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെയും, ഈ ഒരു സ്വത്ത് പിന്നീട് അവൻ ദുരുപയോഗം ചെയ്ത് എല്ലാ തരത്തിലും നശിക്കപ്പെടുകയാണ്. അത് ധാർമ്മികമായും സാമ്പത്തികമായിട്ടും എല്ലാം അവൻ നശിക്കുകയാണ് ഈ ധൂർത്തപുത്രൻ. അവൻ്റെ ജീവിതത്തിൽ, ഈ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ 3 നിലവിളികളാണ് ഉണ്ടാകുന്നത്. 3 നിലവിളികൾ. ഈ 3 നിലവിളികൾ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴായിട്ട് സംഭവിക്കും. എന്താണ് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലുണ്ടായ 3 നിലവിളികൾ? ഒന്നാമത്തെ നിലവിളി എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ നിലവിളിയായിരുന്നു. അഹങ്കാരത്തിൻ്റെ എന്താണ്? എനിക്കെൻ്റെ സ്വത്ത് വേണം അല്ലേ. എനിക്ക് ഇച്ചിരി പ്രായമായി, 12 വയസ്സ് അല്ല 18 അല്ലേ, പ്രായപൂർത്തിയാകുന്നത് 18ആണ്. എനിക്ക് 18 വയസ്സായി, എൻ്റെ സ്വത്തിൻ്റെ ഓഹരി എനിക്ക് വേണമെന്നുള്ള അഹങ്കാരത്തിൻ്റെ ഒരു നിലവിളി അപ്പൻ്റെ മുഖത്ത് നോക്കി നിലവിളിക്കുകയാണ്. ഒരു അഹങ്കാരത്തിൻ്റെ നിലവിളി. ഇന്ന് നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും, ഒരഹങ്കാരത്തിൻ്റെ നിലവിളികൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ. അവൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ടാമത്തെ നിലവിളി അത് പട്ടിണിയുടെ നിലവിളിയാണ് അല്ലേ. പന്നിക്കൂട്ടി കിടന്ന് അവൻ നിലവിളിക്കുകയാണ്, ദൈവമേ, എൻ്റെ വീട്ടിൽ കഴിയുന്ന ഭൃത്യന്മാർ പോലും എത്രയോ സുഭിക്ഷമായിട്ടാണ് കഴിയുന്നത്, എന്നിട്ടും ഈ പന്നികളുടെ തവിട് തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതൊരു പട്ടിണിയുടെ നിലവിളിയാണ്. ഈ പാപമൊക്കെ ചെയ്തു കഴിഞ്ഞ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ നിലവിളികളൊക്കെ വിളിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം
ദൈവമേ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നിലവിളിയാണ് പട്ടിണിയുടെ നിലവിളി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു നിലവിളി എന്ന് പറയുന്നത് മാറോടണയ്ക്കണമെന്ന അപ്പൻ്റെ സന്നിധിയിൽ വന്ന് നടത്തുന്ന നിലവിളിയാണ്. മാറോടണയ്ക്കണമെന്നുള്ള നിലവിളിയാണ് മൂന്നാമത്തേത്. വീണ്ടും തിരിച്ചു വരുന്ന പിതാവേ, നിനക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ ദാസനായിട്ടെങ്കിലും എന്നെ ഒന്ന് എടുക്കണമേ എന്നുള്ള മാറോടണയ്ക്കണമെന്നുള്ള ഒരു നിലവിളി നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഒരു കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്ത ഇവിടെയാണ് കിടക്കുന്നത്. അഹങ്കാരത്തിൻ്റെ നിലവിളികൾ നമ്മൾ നടത്തി ജീവിക്കുമ്പോൾ ഈ പട്ടിണിയുടെ നിലവിളി നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് കുമ്പസാരം എന്ന കൂദാശ. അതിനുശേഷം നമുക്ക് നൽകുന്ന വലിയ കരുണയുടെ നിലവിളിയാണ് മാറോടണയ്ക്കുന്ന ദൈവത്തിൻ്റെ നിലവിളി, അല്ലെങ്കിൽ നമ്മുടെ നിലവിളി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു അനുതാപത്തിൻ്റെ നിലവിളി ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മൾ കാണും. എന്താണ് ഈ അപ്പൻ്റെ മനോഭാവം എന്ന് പറയുന്നത്? വാതിൽ പടിയിൽ കാത്തു നിൽക്കുന്ന ഒരപ്പനാണ്, അല്ലേ? തൻ്റെ മകൻ ഓഹരി മേടിച്ച് ദൂരദേശത്തേക്ക് പോയ ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയാണ്. എന്താണ്? അവൻ കാത്തിരിക്കുകയാണ്. വാതിൽ പടിയിൽ തൻ്റെ മകനെയും കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ ചിത്രം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുകയാണ്. ആ അപ്പൻ്റെ വീട്ടിൽ ആഘോഷങ്ങളില്ല. മൂത്തവൻ്റെ ജന്മദിനമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇതൊന്നും ആഘോഷിച്ചില്ല എന്നൊരു പരാതി മൂത്തപുത്രൻ പറയുന്നത് നമ്മൾ ഇതിൻ്റെ അവസാനം വായിക്കുന്നില്ലേ? എങ്ങനെ ആഘോഷിക്കും? തൻ്റെ മകൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ ഈ അപ്പൻ എങ്ങനെ തൻ്റെ മൂത്തപുത്രൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ സാധിക്കും? അവൻ്റെ വീട്ടിൽ എങ്ങനെ ഒരു ആഘോഷ പരിപാടി നടത്താൻ സാധിക്കും? അവിടെയാണ് ഒരപ്പൻ്റെ സ്നേഹം നമ്മൾ കാണുന്നത്. കരുണയോടെ, സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ധൂർത്തപുത്രൻ ഇവൻ കടന്നു വരുമ്പോൾ, അവൻ മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ഈ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ആ വാതിൽപ്പടിയിൽ നിന്നും അവൻ എണീറ്റ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തണച്ച് അവന് വസ്ത്രവും മോതിരവും ചെരുപ്പും അണിയിക്കുകയാണ്. സഭാപിതാക്കന്മാരുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ അംബ്രോസിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതിന് 3 അർത്ഥങ്ങളുണ്ട്. എന്താണ്? നഷ്ടപ്പെട്ടു പോയ മകന് വസ്ത്രവും മോതിരവും ചെരുപ്പും കൊടുക്കുന്ന ഒരപ്പൻ. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? വസ്ത്രം കൊടുക്കുമ്പോൾ യു ഹാവ് ആൻ ഐഡൻറ്റിറ്റി, നിനക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് പിതാവ് വീണ്ടും അവനോട് പറയുകയാണ്. നീ എൻ്റെ കയ്യിൽ നിന്നും ഓഹരി മേടിച്ച് ദൂരദേശത്തേക്ക് പോയെങ്കിലും നീ തിരിച്ചു വന്നല്ലോ, അനുതപിച്ച് തിരിച്ചു വന്നല്ലോ. അപ്പോൾ നിനക്ക് വീണ്ടും ഒരു വ്യക്തിത്വമുണ്ട്, എൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തിത്വമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മകന് വസ്ത്രം ഈ അപ്പൻ കൊടുക്കുന്നത്. വീണ്ടും അവന് മോതിരം അണിയിക്കുകയാണ്, അല്ലേ? മോതിരം എന്ന് പറയുന്നത് അത് മകനെടുത്ത അതോറിറ്റിയാണ്, മകനെടുത്ത അധികാരമാണ് മോതിരമിടലിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? നീ വീണ്ടും ഒരു ദാസനല്ല, നീ എൻ്റെ മകൻ തന്നെയാണെന്ന് അവനെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ അപ്പൻ അവനെ മോതിരം ധരിപ്പിക്കുന്നത്. വീണ്ടും ചെരുപ്പ് ധരിപ്പിക്കുന്നത്. നമുക്കറിയാം, ചെരുപ്പ് എന്ന് പറയാം ഒരു ദൗത്യം, അല്ലേ? ഒരു ദൗത്യമുണ്ട് മകനെ, നിന്റെ ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെരുപ്പ് അവനെ അണിയിക്കുന്നത്. അതുകൊണ്ട് അനുതാപത്തോടെ അണഞ്ഞവനിൽ അപ്പൻ്റെ അഗാധമായ ഒരു സ്നേഹം നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ കാണുകയാണ്. ഈ 2 വചനഭാഗങ്ങൾ വിശുദ്ധ കുമ്പസാരത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ ഈ പഴയ നിയമത്തിലെ ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ അവർ അനുതപിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമ്പോഴും അവർ അനുതപിക്കുന്നില്ല. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അപ്പനിലൂടെ കടന്നു പോകുമ്പോഴും അവൻ അനുതപിച്ച് തിരിച്ചു വരുന്ന ഒരു മകൻ്റെ ചിത്രം നമ്മളവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ കുമ്പസാരം എന്ന കൂദാശയെ നമുക്ക് ആത്മാർത്ഥമായി ഏറ്റെടുക്കാം.
ഈ ലോകത്തിൽ ഭൗതികതയിൽ ആഡംബരത്തിലൊക്കെ ജീവിക്കുമ്പോഴും മനസ്സിന് യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകുന്നത് പരിശുദ്ധ കുംഭസാരമാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്രകാരം ഈ കുംഭസാരം എന്ന കൂദാശയെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം. ഏതെങ്കിലും തരത്തിൽ എൻ്റെ ആത്മാവിന് ഭംഗം വരുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഏതെങ്കിലും തരത്തിലൂടെ എൻ്റെ ആത്മാവ് മലിനപ്പെട്ടു എന്നെൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയാൽ, ആ സമയം തന്നെ അനുതാപത്തോടെ, പൂർണ്ണമായ അനുതാപത്തോടെ, ധൂർത്തപുത്രനെ പോലെ യഥാർത്ഥ അനുതാപത്തോടെ തിരിച്ചു വന്ന് കുംഭസാരക്കൂട്ടിലേക്ക് അണയാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ദൈവത്തെ അംഗീകരിക്കാതെ ഉള്ള അഹങ്കാര ചിന്തയാണ് യഥാർത്ഥത്തിൽ പാപമെന്ന് പറയുന്നത്. ദൈവത്തിന് നൽകേണ്ട സ്നേഹം നിഷേധിക്കുന്നതാണ് യഥാർത്ഥ പാപമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവജലമായ ദൈവത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകൾ നമ്മൾ കുഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തിലേക്ക് വളരാൻ നമുക്കൊക്കെ ആകണം പരിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ പാപം എന്നൊക്കെ പറയുന്നത്? അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്ന ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പാപ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഓരോ കുംഭസാരക്കൂട്ടിലേക്ക് അണയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി ആത്മാർത്ഥമായ കുംഭസാരം നടത്താൻ നമുക്കൊക്കെ ആകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കുംഭസാരം എന്ന കൂദാശ സഭ നമുക്ക് നൽകുമ്പോൾ, ക്രിസ്തു സ്ഥാപിച്ച് ഈ കുംഭസാരത്തെ നമുക്ക് നൽകുമ്പോൾ, സഭയിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, വൈദികരിലൂടെ ഈ കുംഭസാരം എന്ന കൂദാശ തുടരുമ്പോൾ നമ്മൾ ഒരിക്കലും മടിക്കരുത്. വൈദികനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ മടിക്കരുത്. യഥാർത്ഥത്തിൽ എൻ്റെ യഥാർത്ഥ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ കുംഭസാരക്കൂട്ടിലേക്ക് അണയാൻ നമുക്കൊക്കെ ആകട്ടെ. സർവേശ്വരൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.